ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഒച്ച കേൾക്കുന്നത്. പട്ടി ഒരു പ്രത്യേക സൗണ്ടിലൊരു കുര കുരയ്ക്കും. ആദ്യം ഒന്ന് കുരയ്ക്കും, അത് കഴിഞ്ഞൊരു പ്രത്യേക സൗണ്ട് കുറച്ചിട്ടൊന്ന് കുരയ്ക്കും. അപ്പോൾ നമ്മൾ മനസ്സിലായിക്കൂല, ഉറങ്ങിയിട്ടില്ലെങ്കിൽ മനസ്സിലായി, പേടിച്ചിട്ട് കുരയ്ക്കുന്നതല്ലേ. ഇതൊക്കെ പുള്ളിയുടെ വിളയാട്ടങ്ങളാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും. ഈ വാഴ കളഞ്ഞാ ഇത് ആന കളഞ്ഞാലേ? ആന കളഞ്ഞാണ്. ഇത് താഴെ വശം ഒക്കെ കളഞ്ഞു. താഴെ കളഞ്ഞു. ഓ നമുക്ക് കാണാം കേട്ടോ. അവിടെ കയറിയിട്ട് പിടിച്ച് പിന്നെ ഇറങ്ങി. ഇത് ആദ്യത്തെ പ്രാവശ്യം വന്നോളൂ? എന്തോ ഇത് ഫസ്റ്റിലെ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അല്ലേ? അവർ തന്നെ പറയുന്നുണ്ട് ടോർച്ച് അടിക്കരുത്, ആന നേരെ വരും. ഈ ആന അങ്ങനത്തെ ഒരു ആനയാണ്. നമ്മൾ മുമ്പിൽ നിന്ന് ടോർച്ച് അടിച്ചാൽ ഈ ആന നേരെ നമ്മുടെ അടുത്തേക്ക്. കൊമ്പനാണ്? അതാണത്? കൊമ്പൻ. ഓ അതാണോ? ചേട്ടാ നേരിട്ട് കണ്ടല്ലേ? എല്ലാം ഭയങ്കര ആനയല്ലേ? ഭയങ്കര ആനയാണ്, നല്ല വലിപ്പമുണ്ട്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ബത്തേരി മൂലങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വന്യമൃഗശല്യം, അതിൽ ആന തന്നെയാണ്. ആനയുടെ പ്രശ്നം നല്ല രീതിയിലുള്ള ഒരു പ്രദേശമാണ് ഈ ബത്തേരി, കല്ലൂർ, മൂലങ്കാവ് ആ ഭാഗമൊക്കെ. പക്ഷേ ടൗണുകളിലേക്കൊന്നും അങ്ങനെ ആന ഇറങ്ങാറില്ലായിരുന്നു. കൂടുതൽ ഉൾപ്രദേശത്തേക്കായിരുന്നു കൂടുതലായിട്ട് ആന ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ മൂലങ്കാവ് ടൗണിനോട് ചേർന്നുള്ള, അതായത് ദേശീയപാത പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയോട് ചേർന്നുള്ള പ്രദേശത്തും ആന ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു സ്ഥലത്ത് ആന ഇറങ്ങി. നമ്മളിപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആ ആന നാശം ഉണ്ടാക്കിയ ആ ഒരു വീട്ടുടമസ്ഥനോടും അവരോട് തന്നെ നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് രാജൻ. ഈ സ്ഥലം മൂലങ്കാവ് അല്ലേ? മൂലങ്കാവ്. ഇവിടുന്ന് ടൗണിലേക്ക് എത്ര ദൂരമുണ്ട്? ടൗണിലേക്ക് 150 മീറ്റർ ഇത്രേ ഉള്ളൂ. ഈ ഭാഗത്ത് എങ്ങനെ എന്നാ ഇത് ആന ഇറങ്ങി? ആന ഇറങ്ങിയിട്ടൊരു 3-4 ദിവസമായി അല്ലേ? അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ആന ഇറങ്ങുന്നതാണോ? സ്ഥിരമായിട്ട് ആന ഇറങ്ങില്ലായിരുന്നു. ഈ വർഷം ഇപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. ഈ വർഷം? കഴിഞ്ഞ വർഷം ഒന്നും ഇറങ്ങിയിട്ടില്ല? കഴിഞ്ഞ വർഷം പറമ്പിൽ കയറിയിട്ടില്ല. ഇല്ലല്ലേ? വേറെ വന്നു പോയിട്ടേ ഉള്ളൂ. ഈ വർഷം ഇപ്പം 4ാമത്തെ പ്രാവശ്യം ഇറങ്ങി. ആണല്ലേ? എന്തോ എത്ര മണിയായപ്പോൾ ആന വന്നേ? ഇത് ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോൾ ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. രണ്ടാമത് വന്നപ്പോൾ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും വന്നു. അതായത് ഏറ്റവും അവസാനം വന്നപ്പോൾ 4 ദിവസം മുന്നേ അവസാനം 11 മണിയാകുമ്പോഴത്തേക്കും വന്നു. 11 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾ പറമ്പിൽ നിന്ന് കണ്ടു. ഫോറസ്റ്റുകാർ വന്നു, നേരിട്ട് കണ്ടു. ആനയെ കണ്ടു. അത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൂടെ ആയിരുന്നു ആന പാസ് ചെയ്തത്. അത്രയും ഈ 11 മണിയായിട്ട് വന്നിട്ട് ഒരു 1.5 മണിക്കൂറോളം അവർ പാടുപെട്ടാണ് അതിനെ ഓടിച്ചത്. അതിന് മുമ്പത്തെ പ്രാവശ്യം വന്നിട്ട് നേരം വെളുക്കുന്നവരെ ആന പറമ്പിൽ തന്നെയായിരുന്നു. ഈ ചേട്ടൻ്റെ പറമ്പിൽ തന്നെ? ഒരു പറമ്പിലല്ല, എൻ്റെ പറമ്പിലെ സമീപപ്രദേശത്തുള്ള 2-3 ഗേറ്റുകളും കാര്യങ്ങളും ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വാൽമ ജ്വല്ലറിക്കാരുണ്ട്. അത് എന്നായിരുന്നു ആ സംഭവം? എന്തോ അത് ലാസ്റ്റ് വരുന്ന ഒരു 4 ദിവസം അടുപ്പിച്ചായിരുന്നു ഈ സംഭവം വന്നതല്ലേ? ഗേറ്റ് ഇപ്പോൾ നമുക്ക് പോയാൽ കാണാൻ പറ്റുമോ? എന്തോ കാണാൻ പറ്റുമല്ലേ? നമുക്ക് ആ സ്ഥലം ഒന്ന് കണ്ടാലോ? നമുക്കിനി ആ ആന കഴിഞ്ഞ ദിവസം വന്ന് നശിപ്പിച്ച ഇതൊക്കെ കാണട്ടെ. നമുക്കിവിടെ കാണാം. ഇവിടെയൊക്കെ ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് സർക്കാർ ഇട്ട് തന്നേക്കുന്നതാണോ അതോ നിങ്ങൾ സ്വന്തം ഇട്ടാണോ? എന്തോ സ്വന്തം ഇട്ടേക്കുന്നതാണ്. ഇത് ആന കളഞ്ഞാലേ? ആന കളഞ്ഞാണ്. ഇത് താഴെ വശം ഒക്കെ കളഞ്ഞു. താഴെ കളഞ്ഞു. ഓ നമുക്ക് കാണാം കേട്ടോ. ഇവർ കയ്യിൽ നിന്ന് പൈസ. അന്ന് കറണ്ട് ഇല്ലായിരുന്നു അതിന്? എന്തോ കറണ്ട് ഉണ്ടായിരുന്നു. കറണ്ട് ഇത് കൊമ്പ് കൊണ്ട് താത്തി പൊട്ടിക്കുകയും കാല് വലിച്ചു പറിക്കുകയും ചെയ്യാം. എന്തുകൊണ്ട്? നമ്മുടെ കൊമ്പ് കൊണ്ട് പ്രസ് ചെയ്ത് പൊട്ടിക്കുകയും എന്നിട്ട് ഈ ഗ്യാപ്പിൽ കൈ തുമ്പിക്കൈ കൊണ്ട് പറിക്കുകയും ചെയ്യാം. ഇവിടെ കറണ്ട് അടിക്കുക? അവിടെ ഇത്രയും ഭാഗം കറണ്ട് ഉണ്ടാവില്ലല്ലോ. നമ്മളൊരു ഗ്യാപ്പ് നോക്കിയിട്ടല്ലേ എടുക്കും. കൃത്യമായിട്ട് അറിയാമല്ലോ അതിന്? കൃത്യമായിട്ട് അറിയാം. കൃത്യമായിട്ട് അറിയുന്ന ഒരു ആനയാണ്. സ്ഥിരമായിട്ട് അപ്പം ഇങ്ങനെ പൊളിച്ചിറങ്ങുന്ന സ്വഭാവമുള്ളതായിരിക്കും അല്ലേ? സ്വഭാവമുള്ള ആന. കൊമ്പനാന തന്നെയല്ലേ? എന്തോ കൊമ്പനാന തന്നെ? കൊമ്പന. വലിയ ആനയാ? വലിയ ആന. ഇതിലാണ് ഞങ്ങളുടെ ആദ്യത്തെ പ്രാവശ്യം വരുന്നത്. ഈ വഴിക്ക് അല്ലേ? മൊത്തം കമ്പിയും കളഞ്ഞു. ഇത് എത്ര രൂപ മുടക്കിയായി ഈ ഫെൻസിങ് ഒക്കെ? ഇത് 1.5 ലക്ഷം രൂപയോളം എനിക്ക് ഒരു 4 വർഷം മുമ്പ് മുടക്കുള്ള ആണല്ലേ? ഇപ്പം മെയിൻ്റെനൻസ് ചെയ്യാൻ വേണ്ടി തന്നെ 15,000 ഉറുപ്പിയോളം ഞാനിപ്പോൾ വീണ്ടും മുടക്കി. അതിപ്പോൾ ലാസ്റ്റ് മെയിൻ്റെനൻസ് ചെയ്യാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇട്ടേക്കുക. ആണല്ലേ? ഇനിയിപ്പോൾ ഈ പൊട്ടിയത് ഇനിയിപ്പോൾ നന്നാക്കണമെങ്കിൽ എത്ര രൂപ ചിലവ് വരും? നല്ലൊരു പൈസ വരും. ഒരു 10 ഉറുപ്പ്യൻ്റെ മുകളിൽ വരും. ആണല്ലേ? അതായത് കാലുകൾ കംപ്ലീറ്റ് പറിച്ചു കളഞ്ഞു. എല്ലാം ഈ പ്രദേശത്തല്ല കൂടുതൽ നാശം ഉണ്ടാക്കിയേക്കുന്നത് മുകൾ വശത്താണ്. മുകളിലാണല്ലേ? ഇവിടെ കണ്ടോ ഇങ്ങനെ ഫെൻസിങ് ഇട്ടിരുന്നത്? ആ കവുങ്ങൊക്കെ ആന മറുത്തിട്ടേക്കുന്ന. ആണല്ലേ? പോയാൽ കാണത്തില്ലേ? നമുക്ക് ഇനി പറമ്പിൽ നടത്തിയ കൃഷിനാശങ്ങളൊന്നും നേരിട്ട് കാണാം കേട്ടോ. ഓരോ ദിവസം ഓരോ പറമ്പ് വെച്ചങ്ങ് കയറുക. ഒരു വരവ് വന്നു കഴിഞ്ഞാൽ അത് ആ ഭാഗത്ത് ഇതാ ഈ വീടിന് മുമ്പിലുള്ള ചക്കയാണ് പറിക്കുന്നത്. ഇവിടുന്നാ? ഈ പ്ലാവിലെ ചക്ക. ഈ ഭാഗത്ത് എത്ര എല്ലാം വീടുകളുള്ള സ്ഥലമല്ലേ? ഇവിടെ പറക്കുന്ന സ്ഥലം കണ്ടില്ലേ? ഇവിടെ ഒരു പള്ളിയാണ്, ചർച്ച് ഓഫ് ഗോഡ്. ഇതാ? ഇതിന് ഈ ഗേറ്റുകളൊക്കെ അവർ ഇന്നലെ മിനിഞ്ഞാന്ന് നന്നാക്കിയതാ. ഇതൊക്കെ പൊട്ടിച്ച് വന്നായിരുന്നല്ലേ? മറിച്ച് വന്നായിരുന്നല്ലേ? ഇതാ
ഈ കമ്പിയൊക്കെ കളഞ്ഞായിരുന്നു കേട്ടോ. ദാ കൂടെ കാണാം, ഇതൊക്കെ മറിച്ചിട്ട് അവരിപ്പോൾ വീണ്ടും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇങ്ങനെ കേട്ടോ. ആനയല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ ഇവിടെ വരാറുണ്ടോ? എല്ലാ മൃഗങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഫെൻസിങ് ഉള്ളത് കൊണ്ട് മറ്റു മൃഗങ്ങളിൽ നിന്നൊക്കെ ഞങ്ങൾ സംരക്ഷണം കണ്ടെത്തുന്നുണ്ട്. ഇതുണ്ടോ കാല് പറിച്ച് കളഞ്ഞ, കാല് പറിച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി കൃഷിയുടെ വാഴ എല്ലാം കളഞ്ഞല്ലേ, കവുങ്ങ് എല്ലാം നശിപ്പിച്ച്. അപ്പുറത്ത് ഇതിലും ഭീകരാവസ്ഥയിലാണ് കാല് പറിച്ചിട്ടേക്ക്. ആണല്ലേ? കുറച്ച് അപ്പുറത്ത് ഈ പെർമനൻ്റ് എൻഡിൽ. ഓക്കെ, നമുക്ക് അങ്ങോട്ട് പോവാം. പോവാം. ഇതുണ്ടോ കാലൊക്കെ പറിച്ചിട്ടേക്കും കേട്ടോ. ഇവിടെ കൂടുതൽ കാപ്പിയാ? എന്തോ കാപ്പി, കുരുമുളക് എല്ലാ കൃഷികളും ഉണ്ട്. ആണല്ലേ? ഇടവേളൊക്കെ ഞങ്ങൾ ഈ ഫെൻസിങ് ഉള്ളത് കൊണ്ട് ബാക്കി എല്ലാ കൃഷികളും ചെയ്യാറുണ്ടല്ലേ? വലിയ ബുദ്ധിമുട്ടില്ല. ചെറിയ മൃഗങ്ങളെ കൊണ്ടുള്ള ശല്യങ്ങളില്ലായിരുന്നു. അതെ. അല്ലാതെ സാധാരണ എല്ലാ പറമ്പിലും മാനൊക്കെ വരുന്നുണ്ടാവും. ഇതിൽ വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഫെൻസിങ് ഇട്ട് ഇത് കഴിഞ്ഞ ശേഷം മാന അങ്ങനെ വരുന്നില്ല. മാന പന്നിയൊന്നും ശല്യം ഇല്ലാണ്ട് ഇങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. പട്ടി കുറച്ചില്ലായിരുന്നു അപ്പോൾ രാത്രി? ആന വന്നാൽ പട്ടി കുറയ്ക്കില്ല. ചില ഇതിലെയാണ് കുറച്ചാൽ കൂട് കളയും. ഈ വാഴ കളയാൻ വേണ്ടി ഇതിലെയാണ് ഇത് ഞങ്ങളിപ്പോൾ ചെത്തിയിട്ട് മൂടിയതാണ്. ഇവിടെ വന്നാൽ ഇതിലാണ് ആന പോയത്. ഈ കമ്പിയൊക്കെ പൊട്ടിച്ച് ആൽപ്പാടുണ്ട് കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം വന്നപ്പോൾ അതിൽ വന്നിട്ട് ഇതിൽ വന്നിട്ട് ഇതിലെ കയറിയാണ് ഇങ്ങനെ ഇങ്ങോട്ട് ഇതിലെ കിടന്നുണ്ട്. പാട് കണ്ടു. ഇതിലെ കയറിയിട്ട് അതിലെ വാഴയൊക്കെ കളഞ്ഞ് ഇറങ്ങി പോകുന്നേരത്ത് ഇതിൽ വന്ന് വാഴ ഓരോ പ്രാവശ്യം വന്നപ്പോൾ ഓരോ വഴിക്കൂടെ വരും. ഓരോ പ്രാവശ്യം ഈ കമ്പി കളഞ്ഞോ? അപ്പോൾ എന്തോ കമ്പി എല്ലാ പ്രാവശ്യം കളഞ്ഞു. ഇപ്പോൾ ലാസ്റ്റ് പ്രാവശ്യം കളഞ്ഞത് കണ്ടമാനം പൈസ വരിക. ഇത് കാരണം ഞാൻ നന്നാക്കാണ്ടിട്ടേക്കാം. ഇതൊക്കെ പുള്ളിയുടെ വിളയാട്ടങ്ങളാണ് ഓരോ പ്രാവശ്യം വരുമ്പോഴും. ഈ വാഴ കളഞ്ഞ കേട്ടോ. പുള്ളിയുടെ എല്ലാ ഇതും കഴിച്ചിട്ട് പോകുന്ന ചോട്ടിക്കുഴിയാക്കി വെച്ചേക്കുന്നല്ലേ? ഇതല്ലോ ആനപ്പിണ്ടം കണ്ടോ, 4 ദിവസം പഴക്കമുള്ള. ഇവിടെ വരെ വന്നു. ഇത് പൊടിച്ചിട്ടാണ് പിന്നെ പുറത്തേക്ക് ഇറങ്ങിയത്. ഇത് പൊടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങിയല്ലോ. അങ്ങോട്ട് ഇറങ്ങി. ഇതുണ്ടോ ഇത് മൊത്തം കളഞ്ഞല്ലോ. ഇറങ്ങി ആ ഭാഗങ്ങളിലുള്ള അവിടെയൊക്കെ പോയി. അവിടെയൊക്കെ മഴയൊക്കെ കളഞ്ഞ് ഒരു പരിധി കഴിയുമ്പോൾ, അതായത് ഏകദേശം ഒരു 3 മണിയോടി കൂടിയാണ് പുള്ളി പുറത്തിറങ്ങി പോകുന്നത്. ഫോറസ്റ്റുകാർ ആരെങ്കിലും വിളിച്ചു പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരപ്പം തന്നെ പടക്കവും ഇതൊക്കെ ആയിട്ട് വരും. അവർ വന്ന് ഓടിച്ച് പുറത്തേക്ക് അടിച്ചു വിടും. അവരോടിക്കുമ്പോൾ ഇപ്പം ഞങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം പുറത്ത് പോലില്ല. ഇല്ലല്ലേ? കാരണം നമ്മുടെ ഇത്ര അടുത്തുള്ള ഇത് നമ്മുടെ വീടിൻ്റെ ഇത്ര അടുത്ത് വരുന്നത്. ഇവിടെ ഏറ്റവും അടുത്ത് ഫോറസ്റ്റ് എവിടെയാണുള്ളത്? എന്തോ ഫോറസ്റ്റ് എത്ര ഈ ഇറക്കാൻ അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉണ്ട് എല്ലായിടത്ത്. എന്നാൽ ഇങ്ങനെ ഈ ഭാഗത്തേക്ക് ഇറങ്ങൽ കുറവായിരുന്നു അല്ലേ? ഇതുണ്ടോ കമ്പിയൊക്കെ കളഞ്ഞിട്ടേക്കുന്നത്. പിന്നെ വേറെ എന്താ ഈ ഭാഗത്ത് കളഞ്ഞത്? ഈ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് കിടന്നിട്ടില്ല ഈ പ്രാവശ്യം വന്നിട്ട്. അവിടെ പിന്നെ തുടങ്ങുന്നതിൻ്റെ വാലുമേ ജ്വല്ലറിക്കാരുടെ പറമ്പും അവരുടെ ഗേറ്റ്, ഈ ചെയിൻ ലിങ്ക് കൊണ്ട് ഇട്ടേക്കുന്ന ഗേറ്റ്, അതൊക്കെ കുറിച്ച് അത് വീടിന് മുമ്പിൽ കൂടെയാണ് കയറുന്നു വരുന്നതാണ്. വേണ്ട അതൊന്ന് കാണിച്ചു തരാമോ? അങ്ങനെ ചവിട്ടിയത് പാടാട്ടോ കാരണം വലിയ കുഴി. ഫെൻസിങ് സ്വന്തം നമ്മളിട്ടിട്ടും കാര്യമില്ലാത്ത അവസ്ഥയായില്ല. ഭയങ്കരമായിട്ട് അത് ഇതിന് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇതിൻ്റെ പണിക്കൂലി 1000 രൂപ വരും ഒരാൾക്ക്. ആണല്ലേ? അപ്പോൾ ഒരാളെ കൊണ്ടോ 2 ആളെ കൊണ്ടോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ വീടുകളുള്ള സ്ഥലമാണ്, കംപ്ലീറ്റ് വീടുകളുള്ള പ്രദേശമാണ്. പിന്നെ ഇടയ്ക്കോടെയാണ് ആന വളരെ നിസ്സാരമായിട്ട് ഇതിലെ ക്രോസ് ചെയ്ത് പോയിരിക്കുന്നത്. ഇതൊക്കെ ആരുടെ പറമ്പാ? ഇതെൻ്റെ പറമ്പ് ആണല്ലേ?
പിന്നെ ബോർഡർ എല്ലായിടത്തും കമ്പിയുണ്ട്. പക്ഷെ കമ്പി ഇട്ടൊക്കെ ഞാനിങ്ങനെ കളയുക. ഇനിയിപ്പോൾ തൂക്ക് ഫെൻസിങ് ഇടേണ്ടി വരും അല്ലേ? തൂക്ക് ഫെൻസിങ് നമ്മൾ സാധാരണക്കാരനത് സാധ്യമാകുന്ന ഒരു രീതിയല്ല. ഇപ്പോൾ ഫോറസ്റ്റുകാർ തൂക്ക് ഫെൻസിങ് ഇട്ടത് അവിടുന്ന് ഇങ്ങോട്ട് കിടക്കാണ്ടുള്ള ഇത് ചെയ്യില്ല. സാധാരണക്കാരന് ഇപ്പം നമുക്ക് നമ്മുടെ എല്ലാ ആദായങ്ങളും വെട്ടിക്കളി നമുക്ക് തൂക്ക് ഫെൻസിങ് ഇടുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. അവിടുന്ന് ഇങ്ങോട്ട് കിടക്കുന്ന ഗേറ്റിൽ ഇപ്പം അവർ കാവലുണ്ട്. ഇത് കാവലില്ലാത്ത ദിവസമായിരിക്കും. ഇപ്പോൾ അവർ 2-3 ദിവസമായിട്ട് കാവലുണ്ട്. അത് വരെ 3 ദിവസമായിട്ട് വന്നിട്ടില്ല. കാവലില്ലാത്ത ദിവസമല്ല, ഇല്ലാത്ത ദിവസങ്ങളിൽ വരും. സ്ഥലമുട്ടല്ലേ ടീച്ചറെ? ആന വന്ന സ്ഥലം കാണിച്ചു കൊടുത്തോ. ഇതിലേ വന്നേ? അതിലെ കയറിയിട്ട് ഇവിടെ ചക്ക കണ്ടിട്ടാന്ന് തോന്നുന്നു. ഈ പ്ലാവില് ഇതിലിങ്ങോട്ട് ചവിട്ടിപ്പൊളിച്ചാണ് എത്രയും ഇതുള്ളത്. അവിടെ കയറിയിട്ട് ചവിട്ടിപ്പൊളിച്ച് പിന്നെ ഇറങ്ങി. ഇത് ആദ്യത്തെ പ്രാവശ്യം വന്നോളൂ? എന്തോ ഇത് ഫസ്റ്റിലെ രണ്ടാമത്തെ പ്രാവശ്യം വന്നപ്പോൾ അല്ലേ? അതായത് എല്ലാം ഒരു 1-2 ആഴ്ചക്കുള്ളിലല്ലേ? ഒരു 2 ആഴ്ചക്കുള്ളിൽ വരവ് കഴിഞ്ഞു. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസത്തെ ഗ്യാപ്പ്. എല്ലാ ദിവസവും ഒരു പ്രാവശ്യം വരുന്നു കഴിഞ്ഞ് അടുത്ത പ്രാവശ്യം മറ്റേ ഒരു ദിവസം ഇതിൽ പറിച്ചുകളി അവിടെ പൊളിച്ചിറങ്ങി. ഇവിടെ പൊളിച്ച് അങ്ങോട്ട് ഇറങ്ങി. ഇത് കണ്ടില്ലേ താഴെ കണ്ട തെങ്ങിൻ്റെ ഇവിടെ പൊളിച്ച് വന്നിട്ടോ. ഫെൻസിങ് കിടക്കുന്നുണ്ട്. ഇവിടെയും അതേപോലെ തന്നെ കളഞ്ഞിട്ടുണ്ട്. പക്ഷേ അവരത് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലിറങ്ങിയിട്ട് നേരെ ക്രോസ് വരികയാണ് അങ്ങോട്ട് വരിക. ഇങ്ങനെ കയറി പോയല്ലേ? അതല്ല ചേട്ടൻ്റെ പറമ്പ്? അതെൻ്റെ കുറച്ച് ഇപ്പോഴത്തേക്കും അറിഞ്ഞു. ഇപ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് ഫോറസ്റ്റുകാർ വന്നു. അതെ, ഓടിക്കഴിഞ്ഞു. ഗേറ്റൊന്നും സംഭവിച്ചില്ലല്ലോ? ഗേറ്റിലൊന്നും ചെയ്തില്ല. അപ്പം അവിടം വരെ എൻ്റെ ഫെൻസിങ് ഉള്ളത് കൊണ്ട് അവിടെ നിന്ന് കിടക്കാണ്ട് ഇവിടെ കിടന്നു. അതിലെ കിടന്നിട്ട് അങ്ങനെ പൊളിച്ച് വന്നു. ഇതിലെ കിടന്ന് അങ്ങോട്ട് കിടന്നു. ഇവിടെ പൊളിച്ചല്ലേ? ഇതിലെ കിടന്നു. ഇവിടെയും പൊളിച്ച് വന്നിട്ടോ. ഒരു പ്രാവശ്യം അവിടെയല്ലേ വന്നേ? അല്ല, ഒരു പ്രാവശ്യം അതിലല്ലേ വന്നു? ഇതിലേ അല്ലേ? ഉണ്ടോ? ഇവിടെയും പൊളിച്ച് ഇതിലേയും കയറിയിട്ടുണ്ട് കേട്ടോ. ഇതെന്നായിരുന്നു ഈ സംഭവം നടന്നേ? ഇത് ആണല്ലേ? ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴാണ് ഈ സംഭവം നടന്നത്. 4 പ്രാവശ്യം വന്നു. ഇതിപ്പോൾ ഫോറസ്റ്റുകാരോട് പറഞ്ഞ് ഇത്രയും സംഭവം നാശനഷ്ടമൊക്കെ ഉണ്ടായപ്പോൾ എന്താ അവർ പറയുന്നത്? ഫെൻസിങ്ങിന് ഞങ്ങൾക്ക് നിസ്സാരമായിട്ട് എന്തെങ്കിലും തരാൻ പറ്റുള്ളൂ, അല്ലാത്തതിന് നിങ്ങൾ വാഴയ്ക്ക് എഴുതി കൊടുക്കാനാണ് പറയുന്നത്. എല്ലാവർക്കും ഇപ്പോൾ വാഴ വെച്ചിട്ട് എഴുതി കൊടുക്കാൻ പറ്റും. നഷ്ടപരിഹാരം എന്ന് പറയുമ്പം നിങ്ങൾ തന്നെ കാണുന്നതാണ്. ഇത് ഇത്രയും ചുറ്റും ഉണ്ടാക്കിയിട്ട് സംരക്ഷിച്ച് വന്നുകൊണ്ടിരുന്നത് നശിപ്പിച്ച് കളഞ്ഞപ്പോൾ ഉള്ളൊരു മുടക്ക്. അപ്പോൾ അവർ പറയുന്നത് നിങ്ങൾ വാഴയ്ക്ക് ഉള്ളൂ, ഞങ്ങൾക്ക് ഫെൻസിങ്ങിൽ തരാൻ ബുദ്ധിമുട്ടുണ്ട്. അത് എന്തോ അവർക്ക് നിയമ തടസ്സമുണ്ട്, അതുകൊണ്ടാണെന്നാണ് അവർ പറയുന്നത്. 6 മണിയായ ശേഷം പിന്നെ പുറത്തേക്ക് പോകുന്നില്ല. അതിന് മുമ്പ് നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വീട്ടിൽ പോകുന്നു. ഈ മതിൽ തർത്തേനൊന്നും പ്രൊവിഷൻ ഇല്ലെന്ന് അവർ പറയുന്നത്. ഇത് അവർ വന്ന് നോക്കിയിട്ട് പോയിട്ട് അവരിതാണ് പറയുന്നത്. എന്നോട് ഇതാണെന്ന് പറയുമ്പോൾ ഈ എല്ലാ പ്രാവശ്യം വന്നപ്പോൾ അവർ പിറ്റേ ദിവസം രാവിലെ വന്നു. രാവിലെ വന്ന് അവർ നോക്കും, അവരത് വീഡിയോ എടുത്ത് പോവും. പോയി കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു നിങ്ങൾ അപേക്ഷ കൊടുക്ക്, ഞങ്ങൾ നോക്കട്ടെ എന്ന് പറയും. നമ്മുടെ അപേക്ഷ കൊടുക്കുന്ന തന്നെ അവർ തന്നെ പറയുകയാണ് നമ്മളോട് മതിൽ പിന്നെ ഫെൻസിങ് തകർത്തേനോ വെയിൽ തകർത്തേനോ ഞങ്ങൾക്ക് ഒരു പരിമിതി ഉണ്ട്, ഇതിങ്ങനെയാണ് പറയുന്നത്. ഫോറസ്റ്റ് കാണുന്നതാണ്. ഈ ഇറങ്ങി ഒരു വയൽ കഴിഞ്ഞാൽ പിന്നെ റോഡുണ്ട്. ഈ റോഡ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് അല്ല. പക്ഷേ ഇത്രയും എനിക്കിപ്പോൾ 62 വയസ്സായി. ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ആദ്യമായിട്ട് വരുവാണ് ഈ കൊല്ലം. അല്ല, ഇതിനു മുമ്പേ വന്നിട്ടില്ല. സ്ഥിരമായിട്ട് ഇതിങ്ങനെ വലിയ ടൗൺ എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന ടൗണാണ്. 100 മീറ്റർ ഇവിടെ 100 മീറ്റർ ഇവിടെ എല്ലാം വീടുകളല്ലേ അല്ലേ? ഇതെല്ലാം വീടുകളാണ്. എത്ര വീടുകളുണ്ട് ഈ വഴിക്ക്? ഇവിടെ ഈ ഞങ്ങളുടെ ഈ 2 റോഡിൽ കൂടെ തന്നെ 12-13 വീടുണ്ട്. അല്ല, ഇതൊക്കെ വീട് ആ വീടിൻ്റെ മുമ്പിൽ കൂടെ ഇപ്പോൾ ഇറങ്ങി വന്നത്. ഇതിലെ വന്നല്ലേ? ഇതിലൂടെ വന്നേ? ഇതിലിറങ്ങിയത് ആദ്യം. ഇവിടെ കയറ്റി വളഞ്ഞിട്ടുണ്ടല്ലേ? ഇവിടെ മതിൽ വാങ്ങാൻ കൊടുക്കാം. ഫെൻസിങ് വന്നേക്കോ. ഇത് പക്ഷേ കറണ്ടുള്ള ഫെൻസിങ് അല്ലല്ലോ? ഇല്ല, ഇത് ചെയിനില്ല.
ആ കാണുന്നതാണ് ഫോറസ്റ്റ്. കുറേ ഫെൻസിങ് കളഞ്ഞിട്ടുണ്ടല്ലേ ഈ വഴിക്ക്. ഈ ഇഞ്ചിരാത്തോടെയൊക്കെ ഇറങ്ങി വന്ന് നടന്ന് ഇഞ്ചിക്കത്തടൊക്കെ അല്ലേ കാൽപ്പാട് കാണാം. കാൽപ്പാടുണ്ട്. നമ്മളെപ്പോൾ വിളിച്ചു പറഞ്ഞാലും ഫോറസ്റ്റുകാർ വരുന്നുണ്ട്, അവർ സഹകരിക്കുന്നുണ്ട്. പക്ഷേ അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. അതെ അതെ. ഇതിൻ്റെ പുറത്തിന് ഇങ്ങനെയുണ്ട്, അവർ സഹകരിക്കുന്നില്ല എന്നൊരു പറയാനൊരു അഭിപ്രായം പറയാൻ ഞാൻ ആളില്ല. അവർ സഹകരിക്കും, നമ്മളെപ്പോൾ വിളിച്ചു പറഞ്ഞാലും അവർ വരുന്നുണ്ട്. അതെ. പക്ഷേ നമ്മൾക്ക് ഇതിൻ്റെ ഇത് കയറി കഴിഞ്ഞ് അറിഞ്ഞ് ആൾക്കാർ അറിഞ്ഞാൽ മാത്രമാണ് നമുക്കത് വിളിച്ചു പറയാൻ പറ്റും. അതെ അതെ. നമ്മുടെ നേരിട്ട് നമ്മുടെ വിളിച്ചു പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഏകദേശം കാര്യം നശിപ്പിക്കേണ്ടതൊക്കെ നശിപ്പിച്ചിട്ടുണ്ടാവും. ആളുടെ നേരിട്ട് മുന്നിൽ പെട്ട് പോയാലല്ലേ. നേരിട്ട് മുന്നിൽ അവർ തന്നെ പറയുന്നുണ്ട്, ടോർച്ച് അടിക്കരുത്, ആന നേരെ വരും. ഈ ആന അങ്ങനത്തെ ഒരു ആനയാണ്. നമ്മൾ മുമ്പിൽ നിന്ന് ടോർച്ച് അടിച്ചാൽ ഈ ആന നേരെ നമ്മുടെ അടുത്തേക്ക്. കൊമ്പനാണ്. അതാണത്. കൊമ്പൻ. ഓ അതാണോ? ഓ മുട്ടിക്കൊമ്പനല്ലേ. സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്നത് അത് മറ്റേ ഇവിടെ നമ്മുടെ അടുത്തിൻ്റെ പേരിന് വടക്കനാടാ. വടക്കനാട് വടക്കനാട് ഇങ്ങോട്ട് പോരും. ഇതിങ്ങനെ റൗണ്ടായിട്ട് നടക്കുക. അത് ഇവിടെ ഇന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നാളെ ഇവിടേക്ക് വരില്ല. വടക്കനാട് നാളെ ഇവിടെ ഈ മൂലങ്കാവ് അങ്ങോട്ട് ഉള്ളിലോട്ടുള്ള കുട്ടനോട് 7 ഏക്കർ അല്ല, ആ വഴി അങ്ങ് നേരെ ഉള്ളിലോട്ട് കുമ്പറകൊല്ലി, കാരശ്ശേരി, ഇവിടെയൊക്കെ ഈ പ്രദേശമൊക്കെ പുള്ളി തന്നെയാണ്. വള്ളുവാടി ഭാഗത്തും അല്ല ഈ ആന തന്നെയാണ് അവര് പറയുന്നത്. ഈ ആന തന്നെയാണ്. അതന്നെയായിരിക്കും. ആണെങ്കിൽ അതന്നെയായിരിക്കും. സ്ഥിരമായിട്ട് ചേട്ടാ നേരിട്ട് കണ്ടല്ലേ? പിന്നെ ഭയങ്കര ആനയല്ലേ? ഭയങ്കര ആനയാണ്. നല്ല വലിപ്പമുണ്ട്. ഈ വടക്കനാട് മറ്റേ നമ്മളൊക്കെ ടോർച്ച് അടിക്കാന്ന് പറഞ്ഞാൽ ടെറസിന്റെ മുകളിൽ കയറി നിന്നിട്ട് അടിച്ചു നോക്കുന്നത്. ചിലപ്പോൾ നമ്മൾ കിടന്നുറങ്ങുമ്പോഴായിരിക്കും ഒച്ച കേൾക്കുന്നത്. പട്ടി ഒരു പ്രത്യേക സൗണ്ടിലൊരു കുര കുരയ്ക്കും. ആദ്യം ഒന്ന് കുരയ്ക്കും, അത് കഴിഞ്ഞൊരു പ്രത്യേക സൗണ്ട് കുറച്ചിട്ടൊന്ന് കുരയ്ക്കും. അപ്പം നമ്മൾ മനസ്സിലായിക്കൂല, ഉറങ്ങിയിട്ടില്ലെങ്കിൽ മനസ്സിലായി. പേടിച്ചിട്ട് കുരയ്ക്കുന്നതല്ലേ? പേടി കൊണ്ട് കുരയ്ക്കുന്ന. ഓ മുട്ടിക്കൊമ്പനല്ലേ? മുട്ടിക്കൊമ്പനാണെങ്കിൽ പേടിക്കണം. അത് ടോർച്ച് അടിച്ചാൽ നേരെ വരും. നേരെ ഒച്ച കേൾപ്പിച്ചാൽ നേരെ വരും. ആളെ കിട്ടിയ ആളെ തട്ടും. അങ്ങനത്തെ ആനയാണ്. ഭയങ്കര ഇത്ര അടുത്തടുത്ത് വീടുകളിലൊരു പ്രദേശം എന്ന് പറയുമ്പോൾ മൂലങ്കാവ് ടൗണിനെ സംബന്ധിച്ച് ഇത്ര അടുത്തുള്ള വീടുകളില്ല. അടുത്ത വീടുകളുള്ള സ്ഥലങ്ങൾ കുറവും. ഇത് ഈ ഒരു കുന്നിൽ തന്നെ ഏകദേശം ഒരു 40 വീടിൻ്റെ മുകളിലുണ്ട്. ആണല്ലേ? അല്ല ഈ കണ്ടാലും അറിയാലോ, ഇഷ്ടംപോലെ മനുഷ്യവാസവും കൃഷി സ്ഥലങ്ങളും മാത്രമുള്ള ടൗണിൽ 100 മീറ്റർ 150 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം. അതെ. അപ്പം ഇങ്ങനെ ഈ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് വീടിൻ്റെ മുറ്റത്തോടെ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ ഗേറ്റിൻ്റെ അതിലേക്ക് ഇറങ്ങുന്ന, അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഭീതി ഉണ്ടാക്കുന്ന കാര്യം തന്നെയല്ലേ? ശരിക്കും പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന കാര്യം തന്നെയല്ലേ? അതാണ് ഞങ്ങളിപ്പോൾ വൈകുന്നേരം നമ്മൾ ഒരു 4 മണിയാകുമ്പം പിള്ളേരൊക്കെ കൂട്ടാൻ പോകേണ്ടി പോയി ഇത് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഒരു 8 മണി 9 മണി ആയിട്ടാണ് ഞങ്ങൾ പിന്നെ പുറത്തിറങ്ങുള്ളൂ. ഇത്ര കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിള്ളേർ രാവിലെ സ്കൂളിൽ വിടാനും ഞങ്ങൾ രാവിലെ കൊണ്ടുവിടാനും തിരിച്ചു കൊണ്ടുവരാനും പോവുള്ളൂ. അടുത്ത് തന്നെയാണ്. എങ്കിൽ തന്നെ ഞങ്ങൾ പിന്നെ വൈകുന്നേരം രാത്രി സന്ധ്യ ആയി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് പോകണ ഒരു പരിപാടി. കാപ്പി ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നിന്നാലും അറിയില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണുള്ളതുകൊണ്ട് വിളിച്ചു പറയും. ഇതിപ്പോൾ ആളുകൾക്കൊന്നും ജീവഹാനി സംഭവിക്കാത്തതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല. ചിലപ്പോൾ ആർക്കാണ് ആദ്യം നറുക്ക് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. അത് ഇപ്പോൾ പല ആൾക്കാരും കഷ്ടിച്ചാണ് ഇതിൻ്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടത് കേൾക്കുന്നത് ഈ മുട്ടിക്കൊമ്പൻ്റെ. ഇപ്പോൾ ഇങ്ങനെ കയറി ഇതാക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്ന് പുറത്തേക്ക് പോരുകയാണെങ്കിൽ വണ്ടി ഇല്ലാത്തവരാണെങ്കിൽ ലക്ഷം ബുദ്ധിമുട്ട് തന്നെയാണ്. അതെ. ലക്ഷം ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഇത് വഴിക്ക് തന്നെയാണ് കൂടുതൽ വരുന്നത്. ഇപ്പം നമ്മളിപ്പോൾ വന്നപ്പോൾ തന്നെ കണ്ടില്ലേ, ഇത് വഴിക്ക് തന്നെയാണ്. നമ്മൾ ആദ്യം കണ്ട സ്ഥലത്ത് നിന്ന് നേരെ റോഡ് വഴിയാണ് പോയത്. അതെ. എന്നിട്ട് അത് തിരിച്ച് ആ പറമ്പിലൊക്കെ കയറിയിട്ട് തിരിച്ച് ആ റോഡിൽ കൂടെ തന്നെ ഇറങ്ങിയിട്ടാണ് താഴെ ഇറങ്ങി പോകുന്നത്. അതായത് സ്ഥിരം വരുന്ന വഴിക്ക് മാത്രം വരികയാണെങ്കിൽ ഇപ്പോൾ അവിടെ കാവലുണ്ട്. സ്ഥിരം അത് 4 ദിവസമായിട്ട് കാവലുണ്ട്, അതുകൊണ്ട് വരുന്നുമില്ല. ഇവിടെ ഒരു വീട് പണി നടക്കുന്നുണ്ട്. ഇവിടെ വീടുണ്ട്. എല്ലായിടത്തും ചുറ്റുപാട് എല്ലായിടത്തും വീടുകളുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ സാഹചര്യം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മുട്ടിക്കൊമ്പനാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഞാനിങ്ങനെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണ് ആ ചേട്ടൻ പറഞ്ഞത് മുട്ടിക്കൊമ്പനാണെന്നുള്ളത്. ഇപ്പോൾ ഏതായാലും മുട്ടിക്കൊമ്പനാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ആനയാണ്. നമ്മളിതിനു മുന്നേ മുട്ടിക്കൊമ്പൻ്റെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒത്തിരി എപ്പിസോഡ് മുട്ടിക്കൊമ്പൻ മൂലം ഉണ്ടായ നാശനഷ്ടങ്ങളും ആൾക്കാരെ ആക്രമിക്കാൻ ചെന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വളരെ അക്രമകാരിയായ ഒരു ആനയാണ്. നല്ല വലിയ ആന തന്നെയാണ്. അപ്പോൾ ആനയ്ക്ക് ടോർച്ച് അടിക്കുന്നത് ഭയങ്കര ദേഷ്യമാണ്, സൗണ്ട് കേൾക്കുന്ന ദേഷ്യമാണ്, പട്ടി കുറച്ചാൽ കൂട് കയർക്കും. അങ്ങനെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു ആനയാണ്. അപ്പോൾ ആന ഇങ്ങനെ ഓരോ സ്ഥലത്തും ഇങ്ങനെ മാറി നടക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് നാട്ടിലേക്ക് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്ന ആനകൾ തന്നെയാണ് സ്ഥിരം ഇറങ്ങുന്നതെന്നാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനായിട്ട് വരുന്നത്. എല്ലാ ആനകളും നാട്ടിലേക്ക് ഇറങ്ങുന്നില്ല.
അങ്ങനെ നാട്ടിലിറങ്ങി പഠിച്ചു പോയ ആനകൾ മാത്രമേ നാട്ടിലേക്ക് ഇറങ്ങുന്നുള്ളൂ. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത്തരം ആനകളെ നാട്ടിലേക്ക് ഇറങ്ങാതിരിക്കാനുള്ള മാർഗം ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം ആർക്കെങ്കിലും ജീവൻ നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കഴിഞ്ഞ ഒരു വർഷം തന്നെ എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ആന മൂലം തന്നെ ഈ ഒരു മാസം മുന്നേ നമ്മൾ ഒരു കാര്യം നമ്മൾ കണ്ടതാണ്. രാജു എന്ന് പറയുന്ന ചേട്ടൻ്റെ ജീവൻ നഷ്ടപ്പെട്ട കാര്യമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. ഇതുപോലെ ഇനിയും ഒരാൾക്കും കൂടെ ജീവൻ നഷ്ടപ്പെടാനിടയാകാതിരിക്കട്ടെ. ഇത്തരം പ്രശ്നക്കാരായിട്ടുള്ള ആനകളെ എത്രയും പെട്ടെന്ന് തന്നെ എന്താ പറയുക, ഒന്നെങ്കിൽ പിടിക്കുകയോ അല്ലെങ്കിൽ അത് ഇറങ്ങാതിരിക്കാൻ കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുകയൊക്കെ ചെയ്യട്ടെ. ഒന്നും അറിയാതെ ഇതിൻ്റെ മുമ്പിൽ ചെന്ന് പെട്ടുപോകുന്ന പാവം മനുഷ്യരെ ഓർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇനി അങ്ങനെയൊന്നും ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള നടപടി ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും മറ്റൊരു ദിവസം നല്ലൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.